Hello, good evening, my dear students. Welcome back to Srivalsam Edu Hub. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരോടും സോറി പറയുകയാണ്. കാര്യം ഇത്രയും നാൾ വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തതിൽ. സോ ഇനി അത് ഞാൻ മാറ്റിക്കൊണ്ട് എല്ലാ ദിവസവും നമ്മുടെ ഹിസ്റ്ററി ആൻഡ് ജോഗ്രഫി ക്ലാസ്സസ് കറക്റ്റ് കാണുന്നതായിരിക്കും. സോ സ്ട്രെയിറ്റ് അവേ നമുക്ക് തേർഡ് ചാപ്റ്ററിലേക്ക് പോകാം, ജോഗ്രഫി. പ്ലേറ്റ്യൂ വേർ ദ എർത്ത്സ് ഹിസ്റ്ററി സ്ലംബേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. സോ നമ്മൾ കഴിഞ്ഞ 2 പാഠങ്ങളെല്ലാം പഠിച്ചപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ് ഇതും. സോ ഇന്ത്യയെപ്പറ്റി മുഴുവൻ അറിയണമെങ്കിൽ പെനിൻസുലാർ പ്ലേറ്റ്യൂസും കൂടെ നമ്മൾ പഠിച്ച് വച്ചിരിക്കണം. സോ എന്താണെന്ന് നമുക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഒരു ഫിഗർ 3.1 നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് എന്തിനെ പറ്റിയിട്ടാണ്. ഇവിടെ മാപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി. ഈസ്റ്റേൺ ഗട്ട്സ് കാണാം, വെസ്റ്റേൺ ഗട്ട്സ് കാണാം അല്ലേ. മെയിനായിട്ട് അത് രണ്ടുമാണ് കാണാൻ കഴിയുന്നത് അതിനകത്ത്. പിന്നെ കുറച്ച് റേഞ്ചസ്, ഹിൽസ് തുടങ്ങിയതൊക്കെയുണ്ട്. എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ പറയുന്നുണ്ട്, ഇൻ ദ ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സ് യു ഹാവ് ഫെമിലിയറൈസ്ഡ് വിത്ത് ദ മേജർ ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് ഇൻ ഇന്ത്യ ആസ് വെൽ ആസ് ദ ഫിസിക്കൽ ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റീസ് ഓഫ് ഹിമാലയൻ മൗണ്ടൻസ് ആൻഡ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ അല്ലേ. 2 പാഠങ്ങളിൽ നമ്മൾ പഠിച്ചത് ഹിമാലയൻ മൗണ്ടൻസിനെ പറ്റിയും അവിടുത്തെ ക്ലാസിഫിക്കേഷൻസിനെ പറ്റി, അതുപോലെ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിനെ പറ്റി നമ്മൾ പഠിച്ചെങ്കിൽ ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലേറ്റ്യൂവിനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ പെനിൻസുലാർ പ്ലേറ്റ്യൂ എന്ന് പറയും. അപ്പോൾ എന്താണ് ഈ വാക്ക് പെനിൻസുലാർ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒരു ഏരിയ, ഒരു ലാൻഡ് ഏരിയ, അതിന് ചുറ്റും എന്തായിരിക്കും, വാട്ടർ ആയിരിക്കും. അതിനെയാണ് പെനിൻസുലാർ എന്ന് പറയുന്നത്. പ്ലേറ്റ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഒരു ടേബിൾ ലാൻഡ്, അതായത് ഒരു മല തന്നെ, ആ മല എങ്ങനെ ഇരിക്കും, ഒരു ടേബിൾ ടോപ്പ് പോലെ ഇരിക്കും. അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പിക്ചേഴ്സും കൂടെ തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഐഡിയ വരും. അപ്പോൾ സോ സ്ട്രൈറ്റ് അവേ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. സോ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്, ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് ദിസ് ഓൾമോസ്റ്റ് ട്രയാങ്കുലർ ഷേപ്ഡ് ഫിസിയോഗ്രഫിക് യൂണിറ്റ് occupying major share of the peninsular India is at an average altitude of 600 to 900 meters above mean sea level. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു ട്രയാങ്കുലർ ഷേപ്ഡ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. ഓക്കെ, പിക്ചറിൽ കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ഒരു ആൽറ്റിറ്റ്യൂഡ്, ഇതിൻ്റെ ഉയരമെന്ന് പറയുന്നത് ഏതാണ്ട് 600 to 900 മീറ്റേഴ്സ് ആണ് ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത്. നമ്മുടെ ഹിമാലയൻ മൗണ്ടൻസ് ഒക്കെ പഠിച്ചപ്പോൾ അല്ലേ 8000 മീറ്റേഴ്സ് വരെയൊക്കെ ഉള്ള ഹൈ റേഞ്ചസ്, മൗണ്ട് എവറസ്റ്റ് തുടങ്ങിയതെല്ലാം നമ്മൾ പഠിച്ചതാണ്. സോ ഇവിടെ ഈ ഒരു ലാൻഡ് എന്ന് പറയുന്നത് എത്രയാണ്, 600 to 900 മീറ്റേഴ്സ് ആണ് ഇതിൻ്റെ ഉയരം. എവിടെ നിന്ന്, സീ ലെവലിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ സീ ലെവലിനേക്കാളും ഉള്ള ഉയരം എന്ന് പറയുന്നത്. സോ ഏതാണ്ട് ഒരു 1 കിലോമീറ്റർ വരെ ഉയരം വരാം മാക്സിമം. അത് ആക്യുറേറ്റ് അല്ല, പക്ഷേ നമ്മുടെ ഹിമാലയത്തിലൊക്കെ പഠിച്ചപ്പോൾ 8 കിലോമീറ്റേഴ്സ് അല്ലേ, 8.8 കിലോമീറ്റർ വരെ ഉയരമുള്ള സ്ഥലങ്ങളായിരുന്നെങ്കിൽ ഇവിടെ അത്രയും ഉയരമില്ല. അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് ടേബിൾ ലാൻഡ് എന്ന് വിളിക്കുന്നത്. അതായത് കുറേ ഭാഗം ഇതിൻ്റെ എന്താണ് ഫ്ലാറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇവിടുത്തെ ഒരു യുണീക്ക് ഫിസിക്കൽ ഡിവിഷൻ ഇൻ ടേംസ് ഓഫ് ഫിസിക്കൽ ഡൈവേഴ്സിറ്റീസ് സച്ച് ആസ് എക്സ്റ്റെൻസീവ് ടേബിൾ ലാൻഡ് വിത്ത് ബോർഡറിങ് മൗണ്ടൻ റേഞ്ചസ് ആൻഡ് ഹിൽസ് അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു ടേബിൾ പോലെ ഇരിക്കുന്ന ഒരു സ്ഥലമാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ടേബിളിൻ്റെ പോലെ ഇരിക്കുന്നത് മാത്രമല്ല, ഇതിൻ്റെ ചുറ്റും എന്തുണ്ട്, മൗണ്ടൻ റേഞ്ചുകളും ഉണ്ട് ഇതിൻ്റെ ബോർഡേഴ്സിലൊക്കെ. അതുപോലെ കമ്പാരിറ്റീവ്ലി ഷാലോ റിവർ വാലീസ് ആൻഡ് ഡൈവേഴ്സ് ഫ്ലോറ ആൻഡ് ഫോണ. അപ്പോൾ ഇവിടുത്തെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ഒരുപാട് താഴ്വാരങ്ങളുണ്ട്. അതും വളരെ ഷാലോ ആയിട്ടുള്ള, ആഴം കൂടിയ നദികൾ ഒഴുകിപ്പോകുന്ന താഴ്വാരങ്ങളുണ്ട്. അതുപോലെ തന്നെ ഫ്ലോറയും ഫോണയും. എന്താണ് ഫ്ലോറ ആൻഡ് എന്താണ് ഫോണ എന്നുള്ളത് പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ. എന്നാലും നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് വരും, അല്ലെങ്കിൽ തിരിഞ്ഞു പോകും, എങ്ങനെ ഫ്ലോറ ഫോണ മാറാതെ പഠിക്കാം. എളുപ്പമാണ്. ഈ ഫ്ലോറയുടെ FLORA, അതിൽ FLOയിൽ തന്നെ കിടപ്പുണ്ട് വാക്ക് ഫ്ലവർ. സോ ഫ്ലോറ എന്ന് പറയുന്നത് പ്ലാന്റ്സും ഫോണ എന്ന് പറയുന്നത് അനിമൽസും ആണെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഓർത്ത് വയ്ക്കാം. ഇനി ഒരിക്കലും മറക്കരുത്. സോ ഇവിടെ ഒരുപാട് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സും അനിമൽസും ട്രീസും പ്ലാന്റ്സും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. സോ ഇങ്ങനെ ഒരു ഏരിയയെ മൊത്തത്തിൽ വിളിക്കുന്നതാണ് പെനിൻസുലാർ പ്ലേറ്റ്യൂ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതൊരു ടേബിൾ ലാൻഡ് ആയിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ബോർഡേഴ്സിൽ മൗണ്ടൻ റേഞ്ചസും ഹിൽസും ആയിരിക്കും. അതുപോലെ ഒരുപാട് ഷാലോ റിവർ വാലീസും ഉണ്ട്. പിന്നെ ഡൈവേഴ്സ് ആയിട്ടുള്ള വൈവിധ്യമായ ഫ്ലോറയും ഫോണയുണ്ട്. സോ ദാറ്റ് ഈസ് നോൺ ആസ് പെനിൻസുലാർ പ്ലേറ്റ്യൂ. സോ ദ നെയിം ഈസ് ബേസ്ഡ് ഓൺ ദ ഫാക്ട് ദാറ്റ് ദിസ് ഡിവിഷൻ ഹോൾഡ്സ് ദ മേജർ ഷെയർ ഓഫ് പെനിൻസുലാർ ഇന്ത്യ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു പേര് വരാനുള്ള കാര്യം ഞാൻ പറഞ്ഞു, പെനിൻസുലാർ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്, ചുറ്റും വെള്ളമായിരിക്കും. അപ്പോൾ ഇന്ത്യയിലെ മെയിനായിട്ട് ഈ ഒരു പെനിൻസുലാർ ഏരിയയിലാണ് എന്ത് വരുന്നത്, ഈ പെനിൻസുലാർ പ്ലേറ്റ്യൂവിൻ്റെ മുഴുവൻ ഭാഗവും ഇരിക്കുന്നത്. സോ അതുകൊണ്ടാണ് അതിൻ്റെ പേര് അങ്ങനെ കൊടുത്തത്. സോ ദ പെനിൻസുലാർ പ്ലേറ്റ്യൂ ഈസ് വൺ ഓഫ്
ഓഫ് ദ ഓൾഡസ്റ്റ് ലാൻഡ് ഫോംസ് ഇൻ ദ വേൾഡ്, അല്ലേ, വളരെ പഴക്കമുള്ള ഒരു ലാൻഡ് ഫോമാണ്, പണ്ടേ ലാൻഡ് ഫോമായി വന്ന ഒരു സ്ഥലമാണിത്. ഇതെങ്ങനെ ലാൻഡ് ഫോമായി എന്നുള്ളതൊക്കെ താഴെ പറയുന്നുണ്ട്, അപ്പോൾ നമുക്ക് നോക്കാം. ലെറ്റ്സ് ഹാവ് എ ഡീറ്റെയിൽഡ് ഓവർവ്യൂ ഓഫ് ദ ലാർജസ്റ്റ് ഫിസിക്കൽ ഡിവിഷൻ ഓഫ് ഇന്ത്യ, നെയിംലി ദ പെനിൻസുലാർ പ്ലേറ്റ്യൂ, ഇറ്റ്സ് ഫിസിക്കൽ ഡൈവേഴ്സിറ്റീസ്, റിസോഴ്സ് ബേസ് ആൻഡ് ദെയർ ഇൻഫ്ലുവൻസ് ഓൺ ദ ഹ്യൂമൻ ലൈഫ് ഇൻ ഇന്ത്യ. നമ്മൾ ഹിമാലയൻ മൗണ്ടൻസ് പഠിച്ചപ്പോഴും നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് പഠിച്ചപ്പോഴും നമുക്ക് ആ ഒരു ഏരിയ അറിയാം. അതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഫിസിക്കൽ ഡിവിഷൻ തന്നെയാണ് ഏത് ഭാഗം എന്ന് പറയുന്നത്, ഈ പെനിൻസുലാർ പ്ലേറ്റ്യൂ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം. അതുപോലെ ഇവിടുത്തെ റിസോഴ്സുകളെ പറ്റി, ഇവിടെ എന്തൊക്കെയാണുള്ളത്, അതുപോലെ തന്നെ എങ്ങനെ ഇന്ത്യയിലെ മനുഷ്യരെ ഇവർ ഈ ഒരു പെനിൻസുലാർ പ്ലേറ്റ്യൂ സ്വാധീനിക്കുന്നുണ്ട്, ഇവിടുത്തെ നദികളെപ്പറ്റി, തുടങ്ങിയതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പേ എന്താണ് പ്ലേറ്റ്യൂ എന്നും കൂടെ പറയാം. പ്ലേറ്റ്യൂസ് ആർ റിലേറ്റീവ്ലി ഫ്ലാറ്റ് ആൻഡ് വെരി എക്സ്റ്റെൻസീവ് ലാൻഡ് ഫോം സിറ്റുവേറ്റഡ് അറ്റ് കമ്പാരിറ്റീവ്ലി ഹയർ എലിവേഷൻസ് ഫ്രം ദ സറൗണ്ടിങ്സ്. അപ്പോൾ പ്ലേറ്റ്യൂ എന്ന് പറയുന്നത് എങ്ങനെ, ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമായിരിക്കും, പക്ഷേ അതിൻ്റെ ചുറ്റുപാടുകളിൽ നിന്നും ഈ ഒരു സ്ഥലത്തിന് ഉയരം കൂടുതലായിരിക്കും. നമ്മളൊരു ടേബിളിൻ്റെ ടോപ്പ് പോലെ, അല്ലേ, ടേബിളിൻ്റെ ഏറ്റവും ടോപ്പ് മാത്രം എന്തായിരിക്കും, കുറച്ച് ഉയരം കൂടിയ സ്ഥലമായിരിക്കും, ചുറ്റുപാടൊക്കെ ഉയരം കുറഞ്ഞ സ്ഥലങ്ങളുമായിരിക്കും. അതുപോലെയാണ് ഈ ഒരു സ്ഥലം. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, പ്ലേറ്റ്യൂ എന്ന് പറയുന്നത്. ഇതിനെ 3 ടൈപ്പ് ഓഫ് പ്ലേറ്റ്യൂസ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനില്ല, എന്നാലും നമുക്ക് നോക്കാം. ഇവിടെ 3 പേരുകളുണ്ട്. ഒന്ന് ഇൻറ്റർ മൗണ്ടെയിൻ പ്ലേറ്റ്യൂസ്, പീറ്റ്മോണ്ട് പ്ലേറ്റ്യൂസ്, കോണ്ടിനെൻ്റൽ പ്ലേറ്റ്യൂസ്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഈ പിക്ചേഴ്സ് നോക്കി ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നിങ്ങൾക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ഇയർ സിലബസ് മാറുകയാണെങ്കിൽ അതിൽ വരാം. എന്തായാലും നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ മാപ്പ് ഗിവൺ, ഐഡൻറ്റിഫൈ ദ സ്റ്റേറ്റ്സ് വിച്ച് ഹോളി ഓർ പാർട്ട്ലി ബിലോങ് ടു ദ പെനിൻസുലാർ പ്ലേറ്റ്യൂ. യു ക്യാൻ ഓൾസോ മേക്ക് യൂസ് ഓഫ് ദ പൊളിറ്റിക്കൽ മാപ്പ് ഓഫ് ഇന്ത്യ. നമ്മുടെ പെനിൻസുലാർ പ്ലേറ്റ്യൂവിൽ ഏതൊക്കെ സ്റ്റേറ്റ്സ് വരും എന്നുള്ള രീതിയിലാണ്, ഹോളി മുഴുവനായിട്ടോ പാർട്ട്ലി ആയിട്ടോ വരുന്ന സ്റ്റേറ്റുകളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര തുടങ്ങിയതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോരാതെ ഛത്തീസ്ഗഡ് വരും, കർണാടക വരും, ആന്ധ്രാപ്രദേശ് വരും, തെലങ്കാന വരും, തമിഴ്നാട് വരും, ഒഡീഷ, ജാർഖണ്ഡ്, രാജസ്ഥാൻ, ഗുജറാത്ത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി 28 സ്റ്റേറ്റുകളിൽ 11 സ്റ്റേറ്റും നമ്മുടെ പെനിൻസുലാർ പ്ലേറ്റ്യൂവിനകത്ത് ഉള്ള ഏരിയാസാണ്. അതുകൊണ്ടാണ് ഇതിനെ ഒരു ലാർജസ്റ്റ് ഫിസിക്കൽ ഡിവിഷൻ എന്ന് വിളിക്കാനുള്ള കാരണവും. ആൻഡ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പേജ്, നിങ്ങൾക്ക് അവിടെ എന്ത് കാണാൻ കഴിയുന്നുണ്ട്, ഒരു പ്രോപ്പറായിട്ടുള്ള മാപ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ഈ മാപ്പിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളതെന്ന് താഴെ പറയുന്നുണ്ട്. അപ്പോൾ അത് പഠിക്കുമ്പോൾ നമുക്ക് ഈ മാപ്പ് നോക്കി പഠിക്കാം. The Peninsular Plateau lies south of the North Indian Plain, bordered by the Western Ghats in the west and the Eastern Ghats in the east. അപ്പോൾ പെനിൻസുലാർ പ്ലേറ്റ്യൂവിൻ്റെ എന്താണ് പറയുന്നത്, നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൻ്റെ സൗത്തിലാണ്, നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൻ്റെ താഴെ ഭാഗത്തേക്കാണ്, സൗത്തിലേക്കാണ്. അതുപോലെ ഇതിൻ്റെ ബോർഡേഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ വെസ്റ്റേൺ ഗട്ട്സ് ആണ് വെസ്റ്റിൽ, ഈസ്റ്റേൺ ഗട്ട്സ് ഈസ്റ്റിൽ. ഇപ്പം തന്നെ എന്തായി, ഒരു ട്രയാങ്കുലർ ഷേപ്പ് അവിടെ എന്ത് ചെയ്തു, ഫോം ചെയ്തിട്ടുണ്ട്. ദിസ് ലാൻഡ് ഫോം എക്സ്റ്റെൻഡിങ് ഓവർ 16 lakh square kilometer ഇൻ ഏരിയ ക്യാൻ ബി ജനറലി ക്ലാസിഫൈഡ് ഇൻ 2. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു ഏരിയ ആയതുകൊണ്ട് ഇതിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പോവുകയാണ്. ഇത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ദ ഡെക്കാൻ പ്ലേറ്റ്യൂവിനെ പറ്റിയും ദ സെൻട്രൽ ഹൈലാൻഡ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് എന്താണ് ഡെക്കാൻ പ്ലേറ്റ്യൂ എന്ന് നോക്കാം. ഡെക്കാൻ പ്ലേറ്റ്യൂ is the extensive plateau to the south of the Satpura ranges between the Western Ghats and the Eastern Ghats. അപ്പോൾ ഡെക്കാൻ പ്ലേറ്റ്യൂ എന്ന് പറയുന്ന ഈ ഒരു ഏരിയ സത്പുര റേഞ്ചിൻ്റെ സൗത്തിലോട്ടാണിത് എന്ത് ചെയ്യുന്നത്, ഡെക്കാൻ പ്ലേറ്റ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. സത്പുര റേഞ്ച് കാണാമല്ലോ. ഇനി ഈ ഒരു ഡെക്കാൻ പ്ലേറ്റ്യൂ ഏതിൻ്റെയൊക്കെ ഇടയിലാണ്, വെസ്റ്റേൺ ഗട്ട്സിൻ്റെയും ഈസ്റ്റേൺ ഗട്ട്സിൻ്റെയും ഇടയിലാണ് ഈ ഒരു ഡെക്കാൻ പ്ലേറ്റ്യൂ വരുന്നത്. അതുപോലെ സത്പുര റേഞ്ചസ്, Maikala Ranges and Mahadeo Hills form the northern boundary of the Deccan Plateau. അപ്പോൾ ഇനി ഡെക്കാൻ പ്ലേറ്റ്യൂവിൻ്റെ നോർത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഏറ്റവും ടോപ്പിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ 3 റേഞ്ചും മഹാദിയോ ഹില്ലും, അല്ലേ, ഇപ്പോൾ സത്പുര റേഞ്ച്, മൈക്കൽ 2 റേഞ്ചുകളും അതുപോലെ തന്നെ മഹാദിയോ ഹില്ലും ആണ് ഇതിൻ്റെ നോർത്തിൽ ബൗണ്ടറി ആയിട്ട് എന്ത് ചെയ്തത്, കവർ ചെയ്ത് കിടക്കുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് ആ ഫിഗർ 3.2 നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് കാണാൻ പറ്റും. അവിടെ എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. സത്പുര, മഹാദിയോ, മൈക്കല ഹിൽസ്, ഇത് 3ഉമാണ് നോർത്തിൽ എന്ത് ചെയ്യുന്നത്, ബൗണ്ടറി ആയിട്ട് വരുന്നത്. ഇനി ടേം ഡെക്കാൻ, ഈ ഡെക്കാൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സംസ്കൃതത്തിൽ നിന്നും കിട്ടിയ ഒരു വാക്കാണ്. അതായത് ദക്ഷിണം എന്ന് പറഞ്ഞാൽ എന്താണ്, സൗത്ത് എന്നുള്ളൊരു അർത്ഥമാണ്, അല്ലേ. അപ്പോൾ ഇന്ത്യയുടെ സൗത്തിലേക്കാണ് എന്ത് കിടക്കുന്നത്, നമ്മുടെ ഡെക്കാൻ പ്ലേറ്റ്യൂ കിടക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു നെയിം കൊടുത്തേക്കുന്നത്. ഇനി നിങ്ങൾക്ക്
മാപ്പ് വീണ്ടും നോക്കി അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. സോ മാപ്പ് നിങ്ങൾക്ക് നോക്കാം. അതുപോലെ ഈ ഡെക്കാൻ പ്ലേറ്റ് എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതിനെപ്പറ്റി പറയുന്നുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഡെക്കാൻ പ്ലേറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ക്രിസ്റ്റലൈൻ റോക്സ് ലൈക്ക് ബെസോൾട്ട്, അതുപോലെ ഗ്രാനൈറ്റ് ആൻഡ് നെയ്സ്. അപ്പോൾ ഈ 3 റോക്കുകളും ചേർന്നാണ് ഈ ഡെക്കാൻ പ്ലേറ്റ് ഉണ്ടായിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഇത് ഉണ്ടായത്, ഈ 3 റോക്കും ചേർന്ന്? കാര്യം ഇത് ഫോംഡ് ബൈ ദ ലാവ ഫ്ലോസ് മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ. അതായത് വർഷങ്ങൾക്ക് മുമ്പേ ഭൂമിയുടെ അടിയിൽ നിന്നും ലാവ പുറത്തേക്ക് വന്ന് ഈ റോക്കുകളിലെ എല്ലാ മിക്സ്ചേഴ്സാണ് പുറത്തേക്ക് വന്നത്. ഈ പുറത്ത് വന്ന് ഇത് ഒഴുകി എന്താണ് ഒരു ലാൻഡ് ഫോമായിട്ട് ഫോം ആവുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഈ ഒരു ഡെക്കാൻ പ്ലേറ്റ് ഉണ്ടായത്. അപ്പോൾ ഈ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ദ ഡെക്കാൻ പ്ലേറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ലാവ റോക്സ് കോൾഡ് ബെസോൾട്ട്. അപ്പോൾ ഈ ഡെക്കാൻ പ്ലേറ്റിൻ്റെ നോർത്ത് വെസ്റ്റേൺ ഭാഗത്താണ് കൂടുതലും എന്തുള്ളത്, ഈ ബെസാൾട്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ റീജിയനെ വിളിക്കുന്ന പേര് ഡെക്കാൻ ട്രാപ്പ് എന്നാണ്. ഇനി ദ ബ്ലാക്ക് സോയിൽ ഫോംഡ് ബൈ ദ വെതറിങ് ഓഫ് ബെസാൾട്ട് റോക്സ് ഈസ് ദ പെക്യൂലിയാരിറ്റി ഓഫ് ദിസ് റീജിയൻ. അപ്പോൾ ഈ ബെസാൾട്ട് റോക്സ് വന്നല്ലോ, ഈ റോക്സ് വന്നതിന് ശേഷം ഈ റോക്സ് വെതറിങ് സംഭവിക്കും. നമ്മൾ 8th പഠിച്ചിട്ടുണ്ട്. വെതറിങ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ്, ഈ വലിയ പാറ പൊടിഞ്ഞ് എന്താവുക, സോയിലൊക്കെ ആയിട്ട് മാറുന്നതിനാണ് വെതറിങ് എന്ന് പറയുന്നത്. സോ ഈ ഒരു വെതറിങ് കാരണം ബ്ലാക്ക് സോയിൽ ഉണ്ടായി. ബ്ലാക്ക് സോയിലിൻ്റെ പ്രത്യേകത എന്താണ്, ഭയങ്കര ഹൈലി ഫെർട്ടൈലായിട്ടുള്ള വളമൊക്കെ അംശം കൂടുതലുള്ള ഒരു സോയിലാണ്. മാത്രമല്ല ദിസ് സോയിൽ ഈസ് ഓൾസോ നോൺ ആസ് റെഗർ സോയിൽ. ഇപ്പോൾ റെഗർ സോയിൽ എന്ന് വിളിക്കുന്നത് മറ്റൊന്നിനെയല്ല, ഈ ബ്ലാക്ക് സോയിലിനെ തന്നെ വിളിക്കുന്ന പേരാണ് റെഗർ സോയിൽ. അപ്പോൾ ഇവിടുത്തെ സോയിലിൻ്റെ പ്രത്യേകത എന്താണ്, ഹൈലി ഫെർട്ടൈലാണ്, ഒരുപാട് ബലഭൂഷ്ടിയുള്ള മണ്ണാണ്. അതുപോലെ വാട്ടർ റീറ്റെയിനിങ് കപ്പാസിറ്റി, അതായത് വെള്ളം കുറേ പിടിച്ച് നിർത്താനുള്ള കഴിവ് ഈ ബ്ലാക്ക് സോയിലിനുണ്ട്. അതുമാത്രം മതിയല്ലോ നമുക്ക് കൃഷി ചെയ്യാനായിട്ട്. സോ ഇറ്റ് പ്രൊട്ടക്ട്സ് ദ അഗ്രികൾച്ചറൽ ക്രോപ്സ് ഈവൻ ഇൻ സമ്മർ. അതുകൊണ്ട് സമ്മറിൽ നല്ല ചൂടുകാലമായാലും ഈ മണ്ണിന് വെള്ളത്തിനെ പിടിച്ചു നിൽക്കാനും ഫെർട്ടിലിറ്റി കൂടുതലായതുകൊണ്ടും ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, സമ്മറിലും നല്ല പോലെ ക്രോപ്സിനെ കൊടുക്കാൻ പറ്റും. സോ ദിസ് സോയിൽ ഈസ് ഓൾസോ കോൾഡ് ബ്ലാക്ക് കോട്ടൺ സോയിൽ. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്, ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്ന് പറയുന്നത്. കാര്യം ഈ ഒരു സോയിൽ കോട്ടൺ കൾട്ടിവേഷന് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതിനകത്തുള്ള ഓരോ മിനറൽസ് എന്തൊക്കെയാണ്, ലൈമ്, അയണ്, മെഗ്നീഷ്യം, അലുമിനിയം തുടങ്ങിയ മിനറൽസൊക്കെയാണ് ഈ റെഗർ സോയിലിൽ അല്ലെങ്കിൽ ഈ ബ്ലാക്ക് സോയിലിൽ അല്ലെങ്കിൽ ബ്ലാക്ക് കോട്ടൺ സോയിലൊക്കെ ഉള്ള ഇത് 3 ഒരേ പേര് തന്നെയാണ് കേട്ടോ. ഒരേ കാര്യത്തിനെ തന്നെ 3 പേരായിട്ട് വിളിച്ചെന്നേ ഉള്ളൂ. സോ ഇനി നിങ്ങൾ പറയുന്നത് എന്താണ്, ഫിഗർ 3.1 പോവുക. അവിടെ നിങ്ങൾ വെസ്റ്റേൺ ഗട്ട്സും ഈസ്റ്റേൺ ഗട്ട്സും അതുപോലെ ഈ വെസ്റ്റേൺ ഗട്ട്സ് ഈസ്റ്റേൺ ഗട്ട്സുമാണ് എന്താകുന്നത്, ഈ ഡെക്കാൻ പ്ലേറ്റ്യൂവിൻ്റെ ബൗണ്ടറി ആയിട്ട് ഫോം ആവുന്നത്. അപ്പം നമ്മൾ 3 ബൗണ്ടറീസ് ഓൾമോസ്റ്റ് പഠിച്ചു അല്ലേ, ഈസ്റ്റേൺ ഗട്ട്സ്, വെസ്റ്റേൺ ഗട്ട്സ്. അതിൻ്റെ ഏറ്റവും മേളിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സത്പുര റേഞ്ച്, മഹാദിയോ ഹില്ല്, മൈഖല ഹില്ല്, ഇത് 3. അപ്പോൾ ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിൽ ഫോം ചെയ്തിരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, യു ഹാവ് ലേൺഡ് അബൌട്ട് ദ സഹ്യാദ്രി മൗണ്ടൻ റേഞ്ചസ് എലോങ് ദ ഈസ്റ്റ് ഓഫ് കേരള. അപ്പോൾ നമ്മളിവിടെ പറയുന്ന മറ്റൊരു കാര്യം എന്താണ്, സഹ്യാദ്രി മൗണ്ടൻ റേഞ്ചസ്. സഹ്യാദ്രി മൗണ്ടൻ റേഞ്ചസിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇത് ആക്ച്വലി സഹ്യാദ്രി എന്ന് വിളിക്കുന്നത് എന്തിനെ തന്നെയാണ്, നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഈ സഹ്യാദ്രി മൗണ്ടൻ റേഞ്ചസ് എന്നൊക്കെ പറയുന്നത്. സോ ഈ മൗണ്ടൻ റേഞ്ച് ഹാസ് എ ഡിസിസീവ് ഇൻഫ്ലുവൻസ് ഓൺ അവർ ക്ലൈമറ്റ്, ബയോഡൈവേഴ്സിറ്റി ആൻഡ് ലൈഫ് ഓഫ് പീപ്പിൾ. അതായത് ഈ ഒരു മൗണ്ടൻ റേഞ്ച് നമ്മളെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്, നമ്മുടെ ക്ലൈമറ്റ് ഫോം ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള പല ടൈപ്പ് ഓഫ് ഫ്ലോറയും ഫോണയും അനിമൽസും പ്ലാന്റ്സ് ഉണ്ടാവാനും. അതിനെയാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. വൈവിധ്യങ്ങൾ, പല രീതിയിലുള്ള പ്ലാന്റ്സ്, അനിമൽസ്, അതുപോലെ നമ്മുടെ ജീവിത ശൈലികൾ, ഇതെല്ലാത്തിനും ഒരു കാരണമാണ് ഈ ഒരു മൗണ്ടൻ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുകയാണെങ്കിൽ ദിസ് മൗണ്ടൻ റേഞ്ച് എക്സ്റ്റെൻഡിങ് ഫോർ അബൌട്ട് 16,000 കിലോമീറ്റർ ഫ്രം കന്യാകുമാരി ഇൻ ദ സൗത്ത് ടു ദ സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത് ഇൻ ദ നോർത്ത് ഈസ് കോമൺലി നോൺ ആസ് വെസ്റ്റേൺ ഗട്ട്സ്. അപ്പോൾ ഈ വെസ്റ്റേൺ ഗട്ട്സ് എവിടുന്ന ഏതാണ്ട് 1600 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. മുഴുവനായിട്ട് നോക്കുമ്പോൾ ഇത് കന്യാകുമാരി മുതൽ ഗുജറാത്ത് വരെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ വെസ്റ്റേൺ ഗട്ട്സ് എന്ത് ചെയ്തിരിക്കുന്നത്, നിൽക്കുന്നത് എന്ന് നമുക്ക് പറയാം. ആൻഡ് ദിസ് റേഞ്ച് ഈസ് ദ വെസ്റ്റേൺ എഡ്ജ് ഓഫ് ദ ഡെക്കാൻ പ്ലേറ്റ്യൂ. അപ്പോൾ ഇത് ഡെക്കാൻ പ്ലേറ്റ്യൂവിൻ്റെ വെസ്റ്റ് ഭാഗത്തിലുള്ള ഒരു എഡ്ജ് അല്ലെങ്കിൽ വക്കെന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ ഇതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അനലൈസ് ദ ഇമ്പാക്റ്റ് ഓഫ് സഹ്യാദ്രീസ് ഓൺ ദ ലൈഫ് ഓഫ് ദ പീപ്പിൾ ഓഫ് കേരള ആൻഡ് പ്രിപ്പയർ എ നോട്ട്. സോ ഞാൻ അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കൊടുത്തിരിക്കാം. അത് നിങ്ങൾക്ക് വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അപ്പോൾ തന്നെ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, സോ
കണ്ടിന്യൂവേഷൻ നോക്കാം. ദ ഹൈറ്റ് ഓഫ് ദിസ് റേഞ്ച് ഗ്രാജുവലി ഇൻക്രീസസ് ഫ്രം നോർത്ത് ടു സൗത്ത് അല്ലേ. അപ്പം ഈ ഒരു റേഞ്ചിൻ്റെ ഉയരമെന്ന് പറയുന്നത് നോർത്തിൽ നിന്നും സൗത്തിലേക്ക് പോകുന്ന സമയത്ത് പയ്യെ പയ്യെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ സൗത്തിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ ആനമുടി ഉള്ളത്. ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695 മീറ്ററാണ്. ആനമുടി എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ എന്നൊന്നും പറയരുത്, വളരെ നാണക്കേടാണ് കാര്യം. അതിൻ്റെ ഉത്തരം അടുത്തൊരു ചോദ്യമുണ്ട്. ഇൻ വിച്ച് സ്റ്റേറ്റ് ഈസ് ആനമുടി ലൊക്കേറ്റഡ്? ഇങ്ങനെ നമ്മുടെ സ്വന്തം കേരളത്തിലാണ് ആനമുടി ഉള്ളത് അല്ലേ. എറണാകുളത്തിലും ഇടുക്കിയിലും ഒക്കെ ആയിട്ടാണ് ആനമുടി കിടക്കുന്നത്, അതിൻ്റെ ആ ഒരു മൗണ്ടൻ റേഞ്ച്. സോ ഇത് പെനിൻസുലാർ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള ഹയസ്റ്റ് പീക്ക്, ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് ഈ ആനമുടി എന്ന് പറയുന്നത്. ഈസ് ലൊക്കേറ്റഡ് ഇൻ അണ്ണാമലൈ ഓഫ് ദ വെസ്റ്റേൺ ഗട്ട്സ്. അപ്പോൾ വെസ്റ്റേൺ ഗട്ട്സിലെ അണ്ണാമലയിലാണ് ഈ ആനമുടി എന്ന് പറയുന്ന ഈ ഒരു ഹയസ്റ്റ് പീക്ക് ഉള്ളത്. പിക്ചറൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ അടുത്ത ചോദ്യമുണ്ട്. ഫൈൻഡ് ദ എക്സാക്ട് ലൊക്കേഷൻ ഓഫ് ആനമുടി ആൻഡ് ഇൻക്ലൂഡ് ഇറ്റ് ഇൻ മൈ ഓൺ അറ്റ്ലസ്. ഞാൻ അതിൻ്റെ ഉത്തരം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് മാർക്ക് ചെയ്യാം. സോ നെക്സ്റ്റ് നമുക്കിതിൻ്റെ ബാക്കി നോക്കിക്കഴിഞ്ഞാൽ ദ വെസ്റ്റേൺ ഗട്ട് റേഞ്ചസ് നോൺ ആസ് ആനമലൈ, എലമലൈ ഇൻ കേരള ഈസ് കോൾഡ് ആസ് നീൽഗിരീസ് ഇൻ കർണാടക. അപ്പം കർണാടകയിൽ ഇതിനെ വിളിക്കുന്ന പേര് നീൽഗിരി എന്നാണ്. കേരളത്തിൽ അറിയപ്പെടുന്ന അന്നാമലൈ അല്ലെങ്കിൽ എലമലൈ എന്ന് പറയും. ഇനി തമിഴ്നാട്ടിൽ ഇതിനെ അറിയപ്പെടുന്നത് സഹ്യാദ്രി എന്നാണ്. തമിഴ്നാട്ടിലല്ല, മഹാരാഷ്ട്രയിലാണ് ഇതിന് എന്തെന്നറിയപ്പെടുന്നത്, സഹ്യാദ്രി എന്നറിയപ്പെടുന്നത്. കർണാടകയിലും തമിഴ്നാട്ടിലും ഇതിനറിയപ്പെടുന്നത് നീൽഗിരി എന്നാണ്. അതുപോലെ മറ്റൊരു മൗണ്ടൻ റേഞ്ചാണ് ദോദബെട്ട എന്ന് പറയുന്നത്. അപ്പോൾ ദോദബെട്ട എന്ന് പറയുന്നത് 2637 മീറ്റേഴ്സ് ഉണ്ട്, ഏതാണ്ട് 2.6 കിലോമീറ്ററോളം ഉയരമുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി എവിടെയാണ് ഉള്ളത്? ഇൻ നീൽഗിരീസ് ഓഫ് തമിഴ്നാടു ഈസ് അനദർ മേജർ പീക്ക് ഇൻ ദിസ് റീജിയൻ. അപ്പോൾ ഇത് തമിഴ്നാട്ടിലെ നീൽഗിരി മലനിരകളിലാണ് ഈ ദോദബെട്ട എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം ഉള്ളത്. അതുപോലെ അടുത്ത ചോദ്യമുണ്ട്. ഫൈൻഡ് ഔട്ട് ദ മേജർ പീക്സ് ഇൻ വെസ്റ്റേൺ ഗട്ട്സ്. വെസ്റ്റേൺ ഗട്ട്സിലെ മെയിനായിട്ടുള്ള ഉയരം കൂടിയ സ്ഥലങ്ങൾ ഏതൊക്കെ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഒരുപാടുണ്ട്. ആനമുടിയുണ്ട്, മീശപ്പുലിമലയുണ്ട്, കൽസുബായുണ്ട്, നീൽഗിരിയുണ്ട്, അഗസ്ത്യമലയുണ്ട്, മുല്യൻഗിരിയുണ്ട്, ദോദബെട്ടയുണ്ട്, ഗുദ്രമുഖ്, പിന്നെ മഹാബലേശ്വർ, ദേവാഗിരി. അപ്പോൾ നിങ്ങളതെല്ലാം കേട്ടിട്ടുള്ള ഇതിലൊരു 5 എണ്ണമെങ്കിലും നിങ്ങൾ കേട്ട് കാണണം. അപ്പോൾ ഇതൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് അട്രാക്റ്റിംഗ് സ്പോട്സുകളും കൂടെയാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ പെനിൻസുലാർ റിവേഴ്സ് ദാറ്റ് ഹാവ് കൺസിഡറബിൾ ഇൻഫ്ലുവൻസ് ഓൺ ദ കൾച്ചർ ആൻഡ് ഹ്യൂമൻ ലൈഫ് ഇൻ പെനിൻസുലാർ ഇന്ത്യ ഒറിജിനേറ്റ് ഫ്രം ദ വെസ്റ്റേൺ ഗട്ട് റേഞ്ചസ്. അപ്പോൾ ഇതുവഴി ഒരുപാട് നദികൾ ഒഴുകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ നദികളൊക്കെ ഒഴുകുന്നത് മാത്രമല്ല, ഇതെല്ലാം നമ്മുടെ ഇവിടെ ജീവിക്കുന്ന മനുഷ്യനെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ സംസ്കാരത്തിനെ സ്വാധീനിക്കുന്നുണ്ട്. തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ഒരു ഏരിയയിലാണ് നടക്കുന്നത്. ലുക്ക് അറ്റ് ദ മാപ്പ്. Haven't you noticed the mountains like Javadi Hills, പാൽക്കൊണ്ടമലൈ, നെല്ലമലൈ, മഹേന്ദ്രഗിരി മാർക്ക്ഡ് ഇൻ ദിസ്? അപ്പോൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഹിൽസൊക്കെ കാണാൻ കഴിയും. ഇതെന്തിനാണ് ഈ ഹിൽസിനെ പറ്റി പറഞ്ഞതെന്ന് വെച്ചാൽ ദീസ് ഹിൽ റേഞ്ചസ് വിച്ച് ആർ കമ്പാരിറ്റീവ്ലി ലോവർ ഇൻ ഹൈറ്റ് ദാൻ ദ വെസ്റ്റേൺ ഗട്ട്സ് ഫോം ദ ഈസ്റ്റേൺ ഗട്ട്സ്. അപ്പോൾ വെസ്റ്റേൺ ഗട്ട്സിലെ ഹില്ലുകളെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ഉയരം കുറവാണ്, ഈ ഹിൽസുകളൊക്കെ. അപ്പോൾ ഈ ഹിൽസ് എല്ലാം കൂടെ ചേർന്നാണ് എന്തുണ്ടാവുന്നത്? ഈസ്റ്റേൺ ഗട്ട്സ് ഫോം ചെയ്തിരിക്കുന്നത്. ഇനി മുഴുവൻ ടോട്ടൽ എക്സ്റ്റെൻറ്റ് ഓഫ് ഈസ്റ്റേൺ ഗട്ട്സ് ഈസ് അബൌട്ട് 800 കിലോമീറ്റർ. മുഴുവനായിട്ട് ഇതിൻ്റെ ഒരു ഏരിയ നോക്കിക്കഴിഞ്ഞാൽ 800 കിലോമീറ്ററാണ് ഇത് മുഴുവനായിട്ടുള്ളത്. ഇതെവിടുന്നാണ് തുടങ്ങുന്നത്? ഒഡീഷയിലെ മഹാനദിയുടെ തീരങ്ങളിൽ നിന്നും അത് തൊട്ട് എവിടെ വരെ? തമിഴ്നാട്ടിലെ നീൽഗിരിയുടെ മലനിരകൾ അതുവരെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഈസ്റ്റേൺ ഗട്ട്സ് ഉള്ളത്. ദ ഈസ്റ്റ് ഫ്ലോയിങ് പെനിൻസുലാർ റിവേഴ്സ് കട്ട് അക്രോസ് ദ ഈസ്റ്റേൺ ഗട്ട്സ് ബ്രേക്കിംഗ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദീസ് റേഞ്ചസ് ആൻഡ് ദ ഫ്ലോ ഓവർ ദ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ്. അപ്പോൾ ഈസ്റ്റിൽ നിന്ന് ഒഴുകി വരുന്ന ഈ നദികൾ, പെനിൻസുലാർ നദികളിൽ, ഈ നദികളെല്ലാം എന്ത് ചെയ്യും? ഈ ഈസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്ന ഒരു വലിയ മലനിരയാണ് അല്ലേ. പക്ഷേ എന്ത് സംഭവിക്കും? ഈ റിവേഴ്സ് ഒഴുകി വരുന്ന സമയത്ത് ഈ ഈസ്റ്റേൺ ഗട്ട്സിൻ്റെ കുറുകെ ഇത് ക്രോസ് ചെയ്യും. ക്രോസ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും? ഈ മലനിരകളുടെ കണ്ടിന്യൂറ്റി എന്ത് ചെയ്യും? നഷ്ടപ്പെടും. അതായത് വലിയൊരു മലയ്ക്കിടെ ഇടയിൽ നദി വരുന്ന സമയത്ത് മല വീണ്ടും സ്പ്ലിറ്റായിട്ട് 2 3 അങ്ങനെ ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുകയും പിന്നെ ബാക്കിയൊക്കെ ഈ നദികളെല്ലാം ഒഴുകുന്നത് ഏത് ഭാഗത്തൂടെയാണ്? ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ അല്ലേ. അതായത് കോസ്റ്റൽ ഏരിയാസ് എന്ന് പറയുമ്പോൾ എവിടെയാണ്? കടലിൻ്റെ തീരത്തുള്ള സൈഡിലൂടെയാണ് ബാക്കി നദികളെല്ലാം ഒഴുകി പോകുന്നത്. ദ വെസ്റ്റേൺ ഗട്ട്സ് ആൻഡ് ദ ഈസ്റ്റേൺ ഗട്ട്സ് ജോയിൻ അറ്റ് ദ നീൽഗിരി ഹിൽസ്. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇതെവിടെയാണ് ജോയിൻ ചെയ്യുന്നത്? വെസ്റ്റേൺ ഗട്ട്സും ഈസ്റ്റേൺ ഗട്ട്സും കൂടെ ഒരുമിച്ച് നീൽഗിരി ഹില്ലിൻ്റെ അവിടെയാണ് എന്ത് ചെയ്യുന്നത്?
ജോയിൻ ചെയ്യുന്നത്. അതുപോലെ ഇനി ഒരു 3 ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിച്ച് ആർ ദ പെനിൻസുലാർ റിവേഴ്സ് കട്ടിങ് അക്രോസ് ദ ഈസ്റ്റേൺ ഗട്ട്സ്. അപ്പോൾ ഏതൊക്കെ നദികളാണ് ഈസ്റ്റേൺ ഗട്ട്സിനെ കട്ട് ചെയ്ത് പോകുന്ന നദികൾ ഏതൊക്കെയാണ്? ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി, പെന്ന, ബ്രഹ്മണി. അപ്പോൾ ഇതെല്ലാം വലിയ വലിയ നദികളാണ്. അപ്പോൾ ഈ നദികളെല്ലാം ഈ ഈസ്റ്റേൺ ഗട്ട്സിൻ്റെ ഇടയിലൂടെ ഒഴുകുന്ന സമയത്ത് എന്താണ് ഈസ്റ്റേൺ ഗട്ട്സിൻ്റെ ആ ഒരു കണ്ടിന്യൂറ്റി, ആ ഒരു മലനിരകളുടെ ഇടയ്ക്കിടയ്ക്ക് എന്താണ് നദികൾ വരുമ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെടും. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്, ലൊക്കേറ്റ് ദ മേജർ മൗണ്ടൻ റേഞ്ചസ് ഓഫ് ദ ഈസ്റ്റേൺ ഗട്ട്സ്. അപ്പോൾ ഞാൻ മൗണ്ടൻ റേഞ്ച് പറഞ്ഞുതരാം, അതുപോലൊരു ഇമേജ് കൊടുത്തിരിക്കാം. സോ നിങ്ങൾക്ക് അതിൽ നിന്നും മാർക്ക് ചെയ്യാൻ പറ്റും. നീൽഗിരി ഹിൽസ് ഉണ്ട്, ആനമലൈ ഹിൽസ് ഉണ്ട്, കാർഡമം ഹിൽസ് ഉണ്ട്, ഈസ്റ്റേൺ ഗട്ട്സ് ഉണ്ട്, നല്ലമല ഹിൽസ് ഉണ്ട്, വെളിക്കൊണ്ട ഹിൽസ് ഉണ്ട്, ശേഷജലം ഹിൽസ് ഉണ്ട്, അതേപോലെ മഹേന്ദ്രഗിരി ഹിൽസ്. അപ്പോൾ ഇത്രയാണ് മേജറായിട്ട് അവിടെ വരുന്ന ഹില്ലി ഏരിയാസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, ലൊക്കേറ്റ് ദ നീൽഗിരി ഹിൽസ്. ഞാൻ അത് ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ നീൽഗിരി എവിടെയാണെന്ന്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിക്കുന്നത്. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ആൻഡ് ഇനി മുതൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും കറക്റ്റ് വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. സോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എനിക്ക് കമൻറ്റ് ചെയ്യുക. ഞാൻ ഉടനെ തന്നെ മുമ്പത്തെ പോലെ റിപ്ലൈ ചെയ്യും. അതുപോലെ ഇതിൻ്റെ ഫുൾ നോട്ട്സ് കാര്യങ്ങളെല്ലാം ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ സ്റ്റഡി വെൽ. ആൻഡ് അതുപോലെ ഇപ്രാവശ്യം ഓണം എക്സാമൊക്കെ കഴിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മാർക്കുകളും കാര്യങ്ങളും ഒക്കെ അറിയാൻ പറ്റുന്നതായിരിക്കും. സോ പഠിത്തം ഇമ്പ്രൂവ് ആക്കണ്ടേ എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഇതാണ്. മാത്രമല്ല നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നല്ല മാർക്കിൽ പാസ്സാവുക. പിന്നെ 9th ഓൾ പാസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇല്ല. സോ പഠിക്കുന്നവർ മാത്രമേ അടുത്ത വർഷത്തിലേക്ക് പോകത്തുള്ളൂ. ഇല്ലെങ്കിൽ നാണക്കേടാണ്. ജൂനിയേഴ്സിൻ്റെ കൂടെ ഇരുന്ന് പഠിക്കണം. സോ അതൊക്കെ നിങ്ങൾ നല്ലപോലെ ഓർക്കുക. പിന്നെ നല്ല മാർക്ക് വാങ്ങുക. എല്ലാവരും ഒരു A ഗ്രേഡ് തന്നെ വാങ്ങുക. 40ൽ 40 വാങ്ങണമെന്ന് പറയുന്നില്ല, ഒരു A ഗ്രേഡ്. 40ൽ നിങ്ങൾക്ക് എബവ് ഒരു 34 ഒക്കെ ഉണ്ടെങ്കിൽ നല്ല മാർക്സാണ്. ഓക്കെ, സോ സ്റ്റഡി വെൽ. ബൈ ബൈ. സീ യു അൺടിൽ നെക്സ്റ്റ് വീഡിയോ.